കുട്ടിക്കൂട്ടങ്ങൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തും. സമഗ്ര മാറ്റങ്ങളോടെയാണ് ഇത്തവണ ക്ലാസുകൾ ആരംഭിക്കുന്നത്. പ്രവേശനോത്സവത്തിൽ മാത്രമല്ല, പാഠ്യപദ്ധതിയിലും പുത്തൻ ആശയങ്ങൾക്ക് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തുടക്കം കുറിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ എത്തുന്നത് അടിമുടി മാറ്റങ്ങളുമായാണ്. മധ്യവേനൽ അവധിയുടെ ആലസ്യത്തിലെത്തുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 2 ആഴ്ച പാഠപുസ്തകങ്ങളില്ല. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി, സമയക്രമത്തിലെ മാറ്റം, ചില ക്ലാസുകളിൽ പുത്തൻ പാഠപുസ്തകങ്ങൾ എന്നിവയടക്കം വിദ്യാർത്ഥികളുടെ സാമൂഹിക വികസനത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. 44 ലക്ഷത്തിലധികം കുട്ടികൾ ഇത്തവണ വിദ്യാലയങ്ങളിലേക്ക് എത്തുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. ആദ്യത്തെ 2 ആഴ്ച പാഠപുസ്തകങ്ങൾ ഒഴിവാക്കിയുള്ള പഠനം കുട്ടികളിൽ സാമൂഹ്യ അവബോധം വളർത്താൻ സഹായിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ 10-നകം പുറത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട്. ലഹരി ഉപയോഗം, പിന്നെ അതുപോലെ നിയമങ്ങൾ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തേണ്ടത്, പിന്നെ പെരുമാറ്റം സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വിഷയങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൃഷി, സമ്പാദ്യം, ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. പുത്തൻ അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലെ പ്രവൃത്തി സമയത്തിലും മാറ്റമുണ്ട്. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് കൂട്ടുന്നത്. വൈകുന്നേരം മാത്രമായി അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നതും വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചനയിലുണ്ട്. ഒപ്പം തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും. ഹൈസ്കൂളുകളിൽ 205, UPയിൽ 200, LPയിൽ 198 എന്നിങ്ങനെയാണ് പ്രവൃത്തി ദിനങ്ങൾ. അടുത്ത വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിർബന്ധമാണ്. അതായത് 5-ാം വയസ്സിൽ സ്കൂൾ പ്രവേശനം നേടാൻ കഴിയുന്ന അവസാനത്തെ വർഷം കൂടിയാകും ഇത്. പരിഷ്കരിച്ച 10-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ റോബോട്ടിക്സ് അടക്കമുള്ള വിഷയങ്ങൾ കുട്ടികൾ പഠിക്കും. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള പുത്തൻ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.